നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരാകും, ആരൊക്കെ മന്ത്രിമാരാവും എന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ഇതിനിടെ വടകരയിൽ നിന്നും 2 തവണയും മികച്ച വിജയം നേടിയ കെ രമയുടെ പേര് പലയിടത്തും ഉയർന്നു കേൾക്കുന്നുണ്ട്. കെ രമ മന്ത്രിയാകുമോ അല്ലെങ്കിൽ സ്പീക്കർ ആകുമോ എന്നതാണ് ചർച്ച. UDF RMPI കേന്ദ്രങ്ങൾ ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷയിലുമാണ്. UDF-നൊപ്പം ചേർന്ന് ജനകീയ മുന്നണി എന്ന ബാനറിലാണ് കെ രമ 2 തവണയും വടകരയിൽ ജനവിധി നേടിയത്. 2 തവണയും വടകരയിലെ ജനം കെ രമയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സിറ്റിംഗ് MLA ആയിരിക്കെ രമ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഇത്തവണത്തെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കാരണമായി കണക്കാക്കുന്നു. മെയ് 4 TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി ദിനത്തിൽ കെ രമ വീണ്ടും വിജയകിരീടം ചൂടുന്നത് RMPക്ക് നൽകുന്ന ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല. ഒരുപാട് ആരോപണങ്ങളും വേട്ടയാടലുകളും പിന്നിട്ട് കെ രമ മുന്നോട്ട് നടക്കുന്നത് രാഷ്ട്രീയ കേരളത്തിലും വടകരയെ ശ്രദ്ധേയമാക്കുന്നു. അതുകൊണ്ടുതന്നെ ഇത്തവണയും UDF തരംഗത്തിൽ വലിയ പ്രതീക്ഷ നൽകിയാണ് വടകരക്കാർ കെ രമയെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. മന്ത്രിയാവാനില്ലെന്നവർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന ഊഹാപോഹം നിലനിൽക്കുന്നുണ്ട്. 2ാം തവണയും ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് വടകരയിൽ കെ രമ ജയിച്ചു കയറിയത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രമയുടെ ഭൂരിപക്ഷം 7014 ആയിരുന്നു. ഇത്തവണ ലഭിച്ചത് 70,117 വോട്ടാണ്. ഭൂരിപക്ഷം 14,862, അതായത് 1.34% വോട്ട് വർധനവാണ് ഈ തിരഞ്ഞെടുപ്പിലുണ്ടായത്. രക്തസാക്ഷികളുടെ ചരിത്രം പറയുന്ന ഉഞ്ചിയത്തിന്റെ മണ്ണിൽ TP ചന്ദ്രശേഖരൻ 51 വെട്ടുകളേറ്റ് പിടഞ്ഞു വീണ അതേ ദിവസമാണ് വടകരയുടെ മണ്ണിൽ TPയുടെ പത്നി കെ രമ ചരിത്രം കുറിക്കുന്നത്. നിയമസഭയിൽ വടകരയുടെ ശബ്ദമാവാൻ കഴിഞ്ഞ തവണ കെ രമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഈ വോട്ട് വർധനവിൽ നിന്നും മനസ്സിലാക്കാം. ഇത്തവണ ഭരണപക്ഷത്തെ സാന്നിധ്യമായി നിയമസഭയിലെത്തുമ്പോൾ സ്പീക്കർ കസേരയിലോ മന്ത്രി കസേരയിലോ കെ രമ ഉണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF-ഉം RMPയും.